AI+ എന്ന ബ്രാൻഡിൻ്റെ AI+ നോവ 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 8000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം വളരെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു 5G ഫോണാണ് ഇത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് AI+ നോവ 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ AI+ നോവ 5Gയിൽ 6.7 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ, പക്ഷേ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ്, പ്രത്യേകിച്ച് ഒരു 5G ഫോണിൽ. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് 5G ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. പീക്ക് ബ്രൈറ്റ്നസ് 450 nits ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 196 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.2 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, പിങ്ക്, പർപ്പിൾ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T8200 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇത് ബേസിക്കായിട്ടുള്ള ഒരു 5G പ്രോസസ്സറാണ്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. എന്നാലും യൂണി SoCയുടെ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 5G സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 6GB RAM 128GB ഇൻറ്റേർണലാണ് വരുന്നത്. 8GB RAM 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ സ്പീക്കറാണ് വരുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അത് ഓക്കെയാണ്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ Android 15 ബേസ് ആയിട്ടുള്ള NXT Quantum OS സോഫ്റ്റ്വെയർ ആണ് ഇത് വരുന്നത്. അപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എന്നാണ്. അതുപോലെ തന്നെ ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ലഭിക്കും എന്നുള്ള കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യമായിട്ട് ബ്ലോട്ട് വേസ്റ്റും കാര്യങ്ങളൊന്നും ഇതിൽ ഉണ്ടാവില്ല. എന്തായാലും ഓൺ പേപ്പർ നോക്കുമ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ഇത് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോഫ്റ്റ്വെയർ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 50 MP ഒരു മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ ഒരു സെൻസറും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം തിരക്കേടില്ലാത്തൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ട് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്, പ്രത്യേകിച്ച് ഒരു 5G ഫോണിൽ. പിന്നെ Type-C ചാർജിംഗ് പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6GB RAM വെർഷൻ്റെ വില വരുന്നത് 7999 രൂപയാണ്. അപ്പം 8000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് 6GB RAM വെർഷൻ ലഭിക്കുന്നുണ്ട്. അതിൽ തന്നെ 128GB ഇൻറ്റേർണലും വരുന്നുണ്ട്, അതും നല്ലൊരു കാര്യമാണ്. പിന്നെ 8GB RAM 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 9999 രൂപയാണ്. ജൂലൈ 13 മുതലാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 500 രൂപയുടെ ഓഫൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാർഡ് ഓഫറും കൂടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 7500 രൂപ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ അത്യാവശ്യം നല്ല ഓൺ പേപ്പർ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയറിൽ കാര്യമായിട്ട് ബ്ലോട്ട് വേസ് ഒന്നും ഉണ്ടാവില്ല. ഓൺ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഫീച്ചേഴ്സ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, പുതിയൊരു ബ്രാൻഡാണ്, ഇവരുടെ സർവീസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. അതുപോലെ തന്നെ ആഫ്റ്റർ സെയിൽ സർവീസ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് കാര്യമായിട്ട് അറിയില്ല. അപ്പം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോൺ എടുക്കുക. എന്തായാലും ഓൺ പേപ്പർ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളതും കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.